ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുറച്ച് തെങ്ങ് വെച്ചതാണ്. കഴിഞ്ഞ 2020 മെയ് മാസത്തിൽ വെച്ച തെങ്ങുകളാണ്. അതൊരു 2-2.5 വർഷം കൊണ്ട് എല്ലാം ചൊട്ടയിട്ട് കുലച്ച് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചെല്ലിയുടെ വലിയ പ്രശ്നം കണ്ട പറഞ്ഞാൽ ഒരു തെങ്ങ് അത് വന്നിട്ട് ഞാനത് വെട്ടി താഴെ ഇട്ട് കത്തിച്ച് കളയുക. അതായത് അത് ചെമ്പൻ ചെല്ലി കയറി ഞാൻ മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവനെന്തുകൊണ്ടോ കാണാൻ പറ്റില്ല. നമുക്ക് കണ്ടത് ഇതൊക്കെ നന്നായിട്ട് നിൽക്കുന്ന തെങ്ങുകളാണ്. ഇതിനകത്തെല്ലാം ചെല്ലി കയറുന്നുണ്ട്. അതിൻ്റെ ഒരു ചെല്ലിയെ എങ്ങനെ നമുക്ക് തുരത്താമെന്നുള്ളൊരു ഐഡിയയിൽ ഇടുന്നൊരു വീഡിയോ ആണ്. അതായത് ഇതിനകത്തുണ്ട് സംഭവം. ഞാൻ ഈ വല മേടിച്ച് വെച്ച് അതൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. കണ്ട ഇവനെ കുടുങ്ങും, കറുത്ത ചെല്ലി കുടുങ്ങും. കൊമ്പൻ ചെല്ലി മണ്ണിൽ ഉണ്ടായിട്ട് തെങ്ങിൽ വരുന്ന സാധനമാണ്. മണ്ണിറ്റു തെങ്ങ്, തെങ്ങിറ്റു മണ്ണെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊമ്പൻ ചെല്ലി ക്ഷമിക്കണം. പക്ഷേ ചെമ്പൻ ചെല്ലി അതല്ല. ചെമ്പൻ ചെല്ലി അവൻ്റെ കുടുംബം അടക്കം തെങ്ങിൽ തന്നെയാണ്. പുഴുവായി വണ്ടായി അതിനെ നശിപ്പിച്ചിട്ട് അടുത്ത തെങ്ങിലോട്ട് പോവുക. തെങ്ങിറ്റു തെങ്ങാണ് ചെമ്പൻ ചെല്ലി. പക്ഷേ കൊമ്പൻ ചെല്ലി അതല്ല. മണ്ണിലുണ്ടായിട്ട് ചാണകത്തിലും വേസ്റ്റിലും ഒക്കെ പുഴുവായിട്ട് വണ്ടായിട്ട് അവൻ നേരെ തെങ്ങിൽ വരും. തെങ്ങിൻ്റെ മേളിൽ ഇരുന്ന് കൂമ്പൊക്കെ തിന്നിട്ട് തിരിച്ച് മണ്ണിൽ വന്ന് മുട്ടയിട്ട് വരും. ഇതൊക്കെ ഒരുമാതിരി നല്ല രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങാണ്. അതിന് ഞാൻ പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലല്ലേ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വൃത്തത്തിൽ അതിനെ തടിയിൽ മുട്ടാതെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ തടിയിൽ മുട്ടിക്കഴിഞ്ഞാൽ ഈ ചെമ്പൻ ചെല്ലി അതിൻ്റെ തടയിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ട്രങ്കെന്ന് പറയുന്ന ഈ തടിയിൽ വന്നിട്ട് അവൻ കയറും. അത് വലിയ പാടാണ്. അങ്ങനെ കയറിയതാണ് എൻ്റെ ആ തെങ്ങ് പോയത്. അതൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് പിന്നെ നിസ്സാരമായിട്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് കണ്ടോ, വേറൊരു തെങ്ങിൽ ഞാൻ ഈ വല വെച്ചിട്ട് എല്ലാ ദിവസവും വന്ന് കുടുങ്ങുന്നുണ്ട്. കൊമ്പൻ ചെല്ലി, കറുത്ത ചെല്ലി, അവൻ എല്ലാ ദിവസവും വന്ന് കുടുങ്ങുന്നുണ്ട്. ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ രാസകീടനാശിനിയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പലതും ചെയ്ത് നോക്കി. വേപ്പും പിണ്ണാക്കും മണലും ഉപ്പിടരുത്. കൂമ്പിൽ ഉപ്പിടരുത്. പലരും പറയും കൂമ്പിൽ ഉപ്പിടാനൊക്കെ പറയും. ഇതൊരു തണലത്ത് നിൽക്കുന്ന തെങ്ങാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് കുലച്ചത്. 5 വർഷം കഴിഞ്ഞാണ് ചൊട്ടയിട്ടത്. 2.5 വർഷം കൊണ്ട് വെയിലത്ത് നിന്ന് ചൊട്ടയിട്ടപ്പം ഇവൻ ചൊട്ടയിടാൻ 5 കൊല്ലം എടുത്തു. അതിൻ്റെ ഓലയും മറ്റേ കൊമ്പൻ ചെല്ലി കയറി ഒടിഞ്ഞു കിടക്കുന്നതാണ്. കണ്ട കൊമ്പൻ ചെല്ലി അകത്തിരുന്ന് കുത്തിയിട്ട് ഓല വലുതായി വരുമ്പോഴത്തേക്കാണ് അത് ഒടിയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു മാർഗ്ഗമാണ് ഈ വല. പിന്നെ ടാറ്റാമിട ഉപയോഗിക്കാം. ഇത് ചെമ്പൻ ചെല്ലി കയറി പോയൊരു തെങ്ങാണ്. ഞാനത് രക്ഷപ്പെടുത്തി വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ചെല്ലി കുടിയും കിടക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ, എല്ലാത്തിൻ്റെ കൂമ്പിൽ ഈ ഉടക്ക് വല വെച്ച് കൊടുത്താൽ മതി. വല നമ്മൾ കടലിൽ പോകുന്ന ആൾക്കാരോട് ചോദിച്ചാൽ കടയിൽ കിട്ടും. ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തെങ്ങ് കൃഷി ചെയ്യാം. തീരെ പറ്റുന്നില്ലെങ്കിൽ രാസകീടനാശിനി തന്നെ ഉപയോഗിച്ച് ചെല്ലിയെ നിയന്ത്രിക്കുക. 2 തരം ചെല്ലികളാണ്, ചെമ്പനും കൊമ്പനും. അതിനെ രണ്ടിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതിലെല്ലാം കിടപ്പുണ്ട്. ഇത് നമ്മുടെ ഒരു ചാമ്പയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. അപ്പോൾ കൃഷിയുടെ തെങ്ങിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.